ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ ഞാൻ വ്ളോഗ് ഇട്ടിരുന്നത് ഇപ്പോൾ ഫൈനൽ ഇയർ ആയതുകൊണ്ട് മെയിൻ പ്രൊജക്റ്റിൻ്റെ കാര്യമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. വീട്ടിലാണെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്ന വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ റെസ്യൂമേ കമ്പോണൻസ് ആണ്. ഒരു റെസ്യൂമേക്കകത്ത് നിങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടത്, ആവശ്യമുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളൊരു വ്ളോഗാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ നാളെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇൻ ഹോസ്റ്റലായിരിക്കും. പക്ഷേ അതിന് അപ്ലോഡ് ചെയ്യുന്നത് August 16 അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുടെ റെസ്യൂമേക്കകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു സംഭവം നിങ്ങളുടെ പേര്, അത് ഫുൾ നെയിം, അത് ബോൾഡും ബിഗ്ഗർ ഫോൺ സൈസിലും വേണം എഴുതാൻ. അത് ഏറ്റവും കൂടുതൽ എടുത്ത് നിൽക്കണം. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ എഴുതേണ്ട കോൺടാക്ട് നമ്പർ വിത്ത് കൺട്രി കോഡ്. കാരണം നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ മെയിൻ ബ്രാഞ്ച് വരുന്നത് അബ്രോഡിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കൺട്രി കോഡ് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എഴുതേണ്ടത് ഇമെയിൽ ID വിത്ത് ഫുൾ നെയിം. അവോയ്ഡ് ഫാൻസി നെയിംസ്. നമ്മൾ ഫാൻസി നെയിംസ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഫുൾ നെയിം ആ മെയിലിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. അതാണ് അടുത്തത്. പിന്നെ ലിങ്ക്ഡിൻ്റെ URL, ലിങ്ക് എല്ലാം, ലിങ്ക്ഡിൻ അക്കൗണ്ട്, അങ്ങനത്തെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ അഡ്രസ്സ് വിത്ത് പിൻകോഡ്. അഡ്രസ്സും പിൻകോഡും ആ റെസ്യൂമേൽ ഉണ്ടാവണം. പിന്നെ നമ്മുടെ കരിയർ ഒബ്ജക്റ്റീവ്, അതിനകത്താണ് നമ്മുടെ ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്, നമ്മുടെ ജോബ് പ്രൊഫൈൽ, ഏത് ജോലിക്ക് വേണ്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ എഴുതണം. പിന്നെ ഫോട്ടോയുടെ കാര്യം, ഇപ്പം എല്ലാ റെസ്യൂമേക്കകത്തും ഫോട്ടോ വെക്കണം നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ, പക്ഷേ പ്രിൻ്റ് എടുക്കുമ്പോൾ ചിലപ്പം ആ ഫോട്ടോ ക്ലിയർ ആയെന്ന് വരത്തില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ പേസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ്, ഏതെങ്കിലും കമ്പനിയിൽ മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അത് റിവേഴ്സ് ഓർഡറിൽ വേണം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കാൻ. അതായത് ഇപ്പം ഞാൻ ബിടെക് +2 10th ആ ഒരു ഓർഡറിൽ വേണം നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാൻ. പിന്നെ കോളേജ് ഓട്ടോണമസ് ആണെങ്കിൽ ആ കീവേഡ് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ്, ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ്, ഇന്റേൺഷിപ്പ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, IV, പിന്നെ നമ്മുടെ സർട്ടിഫിക്കേഷൻ കോഴ്സസ് എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോജക്റ്റ്, മിനി പ്രൊജക്റ്റ്, മെയിൻ പ്രൊജക്റ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. പിന്നെ മിനി പ്രൊജക്റ്റ്, മെയിൻ പ്രൊജക്റ്റ് കൊടുക്കുമ്പം അതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനിലും കൂടെ അതിൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, അവാർഡ്സ് എല്ലാം മെൻഷൻ ചെയ്യണം. പിന്നെ നമ്മുടെ ഹോബീസ്, അത് ഓപ്ഷനിലാണ്. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതും കൂടുതൽ കൊടുക്കുന്നത് ഓപ്ഷനിലാണ്. പിന്നെ റെഫറൻസ്, നമ്മൾ 1 2 ആൾക്കാരുടെ റെഫറൻസ് കൊടുക്കണം. അതും ഓപ്ഷനിലാണ്. ഇപ്പോൾ വേണമെങ്കിൽ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചർ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓർഗനൈസേഷൻ, അതിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ, ഇമെയിൽ ID അതെല്ലാം പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ റെസ്യൂമേ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇതുപോലെ കാണാൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്, ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.